ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി രോഹിത്തിനെ ചോദ്യം ചെയ്യാണ്. പറയടാ, നീയും ഹരിയും കൂടിയിട്ട് ഈ അലീനനെ ഈ മുറിയിലേക്ക് വിളിച്ച് കയറ്റിയോ, പീഡിപ്പിക്കാൻ ശ്രമിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണേ. അത് പിന്നെ അമ്മേ, നീ ഇല്ലയോ ഉണ്ടോ അത് പറഞ്ഞാൽ മതി, അങ്ങനെ ഒറ്റയടിക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പം കാര്യം വൈജയന്തിക്ക് മനസ്സിലാവാണേ. നീ അതിനെ കൂട്ടു നിന്നോടാ എന്ന് ചോദിച്ചിട്ട് ഒറ്റ അടി അടിക്കുകയാണ് കേട്ടോ മുഖത്ത് നോക്കിയിട്ട്. അപ്പോൾ ഹരിയല്ല രോഹിത് ഒന്നും ഇടാതെ തന്നെ തല കുമ്പിട്ട് നിൽക്കണതാണ്. ഇപ്പോൾ വൈജയന്തിക്ക് മുഴുവനായിട്ടും കാര്യം മനസ്സിലാവണം. പിന്നെ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കുകയാണ് കേട്ടോ. അടിച്ചടിച്ച് ചുമരിനോട് കൊണ്ട് ചേർത്ത് നിർത്തിയിട്ട് പറയടാ ഇല്ലാന്ന് പറയടാ, പറ്റില്ല എന്ന് പറയടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ രോഹിതാണെന്നുണ്ടെങ്കിൽ ഒരു അക്ഷരം ഇണ്ടാതെ ആ തല്ല് മുഴുവനും കൊള്ളാണ് കേട്ടോ. വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ ആകെ തളർച്ച വരികയാണ് കേട്ടോ. രോഹിത് ഇതിൻ്റെ ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എന്നിട്ട് കൈ ഇങ്ങനെ തലയ്ക്ക് വെച്ചിട്ട് പൊട്ടിക്കരയാണ്. എന്നിട്ട് എൻ്റെ മകൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ഒരു മകൻ വന്ന് പിറന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് തലയിൽ കൈ വെച്ച് ഇങ്ങനെ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് വീഴാൻ പോകുകയാണ് കേട്ടോ. പെട്ടെന്ന് വൈദ്യ ആ കട്ടിലിൽ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കരയ തന്നെയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും ഈശ്വര, എനിക്കിങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയണത് കാണുമ്പോൾ രോഹിത്തിന് വിഷമാവാണ് കേട്ടോ. അപ്പോൾ രോഹിത്താണെന്നുണ്ടെങ്കിലും മാറി നിന്ന് അവിടെ നിന്ന് രോഹിത്തും കരയാണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വൈജയന്തി സങ്കടത്തോടു കൂടി തന്നെ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അലീന വരികയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ പറഞ്ഞയക്കാനായിട്ട് ഇവിടുന്ന് പറ്റൂല, പക്ഷേ നീ ആയിട്ട് തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയാൻ കേട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. കാര്യം പറയണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാനായിട്ട് ഇവിടുന്ന് നിന്നെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ബാലേന്ദ്രൻ ചോദിക്കും, അമ്മ സമ്മതിക്കൂല, മനുവും ചിലപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ച് വരും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതിന് സാധിക്കില്ല, എനിക്ക് അവരുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റൂല, പക്ഷേ നീയായിട്ട് തന്നെ ഇവിടുന്ന് പോകണം എന്ന് പറയും. അതിനൊരു കാരണം വേണ്ടേ? ഞാൻ വന്നു തുടങ്ങി ചോദിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ മേഡം എന്നോട് ഇങ്ങനെ പെരുമാറുന്നു? ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും മോഷ്ടിച്ചോ? ആരെങ്കിലും കുറ്റം പറഞ്ഞോ? പറഞ്ഞ പണി ചെയ്യാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് മേഡം എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത്? അത് ഞാൻ അന്നേ പറഞ്ഞു തന്നെയാണ്, എനിക്കിഷ്ടമല്ല നിന്നെ കൊണ്ടുവരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ നിന്നെ കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞത്. നിന്നെ കൊണ്ടുവന്നപ്പോഴും ഞാൻ പറഞ്ഞു, നിന്നെപ്പോലെ ഒരു പെണ്ണിനെ പ്രായപൂർത്തിയായ ആൺപിള്ളേരുള്ളിടത്തേക്ക് കൊണ്ടുവരരുതെന്ന്. എന്നിട്ട് ആരെങ്കിലും അത് കേട്ടു എന്ന് ചോദിക്കും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാനാണല്ലേ കുറ്റക്കാരി? മേഡത്തിൻ്റെ മകനല്ല കുറ്റക്കാരൻ, അല്ലെങ്കിൽ മേഡത്തിൻ്റെ ആങ്ങളയുടെ മകനല്ല കുറ്റക്കാരൻ, ഞാനാണ് കുറ്റക്കാരി അല്ലേ? മേഡത്തിൻ്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണാണ് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന്. സ്ത്രീകളോട് റെസ്പെക്റ്റോടുകൂടി പെരുമാറാൻ മക്കളെ പഠിപ്പിക്കാത്തത് മേഡത്തിൻ്റെ കുറ്റമാണ്. ആ കുറ്റം കൂടി എൻ്റെ തലയിൽ ചാരയാണോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, ഞാൻ പൊക്കോളാം, പക്ഷേ ഒരാഴ്ചത്തെ സമയം എനിക്ക് തരണം എന്ന് പറയുകയാണേ. അപ്പോൾ വൈജയന്തി അലീനയുടെ മുഖത്ത് നോക്കുകയാണ്. അല്ല, മേഡത്തിൻ്റെ മകനും ആങ്ങളയുടെ മകനും കൂടി ചേർന്ന് തന്ന ഒരു സമ്മാനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വയറുമ്പോൾ ഇങ്ങനെ കൈവയ്ക്കുകയാണ്. അത് ഉണങ്ങണം, അത് ഉണങ്ങിയതിന് ശേഷം എനിക്ക് വേറൊരുത്തിൽ ചെന്നിട്ട് പണിയെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാന്ന് പറയും. അതിന് ശേഷം തിരിഞ്ഞു പോകാൻ നേരത്തെ അലീന പറയുകയാണ്, ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ആലോചിക്കുന്നത് നല്ലതാണ്, ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. കഴിഞ്ഞ കാലത്ത് ഈ കുറ്റപ്പെടുത്തുന്ന ആൾ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് നല്ല പോലെ ചിന്തിച്ച് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു അടി കിട്ടിയ പോലെ വൈജയന്തിക്ക് തോന്നുകയാണേ. കാരണം വൈജയന്തി ഇതുവരെ വിചാരിച്ചിരുന്നത് അലീനയ്ക്കൊന്നും അറിയൂല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു ആത്മപരിശോധന നടത്തണം, താൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ വൈജയന്തിക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ. വൈജയന്തി ഇങ്ങനെ വീഴാൻ പോണ പോലെ ആയിട്ട് വേഗം തന്നെ ടേബിൾമേൽ ചെന്നിട്ട് പിടിച്ച് നിൽക്കുകയാണേ. വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ അലീന അകത്തേക്ക് കയറി പോവുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് രോഹിത്ത് ഹരിനെ വിളിക്കുകയാണേ. ഹരിനെ വിളിക്കുമ്പോൾ, ഹരി നീ എവിടെയാണ്? നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ ചോദിക്കും. എൻ്റെ അടുത്ത് ശരണ്യുണ്ട്. ശരണ്യോ ഈ നേരത്തോ എന്ന് ചോദിക്കും. ഞങ്ങളൊരു ടൂർ വന്നിരിക്കുക. ടൂറോ? അപ്പോൾ അവളെ വീട്ടിൽ അന്വേഷിക്കൂലേ? അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഇടുക്കിയിലൊരു കല്യാണത്തിന് പോയിരിക്കുക. അപ്പോൾ അവളെ അവിടെ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ഒരു കിളവിൻ്റെ, ആ കിളവിക്ക് ഒരു ഗുളിക കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. നിങ്ങളിപ്പോൾ എവിടെയാണ്? ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട്. റൂം എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ സെപ്റ്റി ടാങ്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ റോഡ് സൈഡിലൊക്കെ കിടക്കുന്നത്, അതിൻ്റെ മുകളിലാണ് കേട്ടോ ഹരി ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വാഗമണ്ണിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരണ്യ ദേ അവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്ന് പ്രകൃതി ഒക്കെ കാഴ്ചകളൊക്കെ കാണുകയാണെന്ന് പറയും കേട്ടോ.
ഹരി വലിയ നുണ പറയുകയാണെന്ന് രോഹിത്തിന് മനസ്സിലാവണ്ട. ഓ നിൻ്റെ ഒരു തലേവര, നീ അവിടെ എൻജോയ് ചെയ്യുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ പിന്നെ അല്ലാതെ എൻജോയ് ചെയ്യേണ്ട സമയത്തൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറയുകയാണേ. റൂം എടുത്തിട്ടുണ്ടോ? പിന്നെ റൂം എടുക്കാണ്ട് കാര്യം നടക്കുമോ? എടാ നീ എന്ന് പറയാം. ആ വരട്ടെ, എനിക്ക് വെളുപ്പിന് 5 മണിക്ക് അവൾ അവിടെ എത്തിച്ചാൽ മതി, അതുവരെ. ഓ ശരി, നീ എൻജോയ് ചെയ്യ്, ഞാനിവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്താ എന്താ നീ ടെൻഷൻ അടിച്ചിരിക്കുന്നത് പറഞ്ഞു. അവള് ആ തേണ്ടിച്ച് അമ്മനോടല്ലാതും പറഞ്ഞടാന്ന് പറയട്ടോ. പറഞ്ഞോ? വൈജാൻറ്റി അറിഞ്ഞോ? ആ അറിഞ്ഞു. അമ്മനെ തല്ലി എന്ന് പറയും. തല്ലിയോ എന്ന് പറയും. ആ തല്ലി. അപ്പോൾ അങ്കിള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ അച്ഛനും അറിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പം നീ എന്തെങ്കിലും അവളോട് തട്ടി കയറിയിട്ടോ അല്ലെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്, അല്ലാണ്ട് വെറുതെ ഓടിച്ചെന്ന് പറയൊന്നുമില്ലല്ലോ എന്ന് പറയും. ആ അവൾ എന്നൊന്ന് ഉപദേശിക്കാൻ നോക്കി, അപ്പം ഞാൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു എന്ന് പറയും. ഓഹ് നിൻ്റെ കൊണ്ടൊരു കാര്യം, എടാ നീ അങ്ങോട്ട് മയത്തിൽ നിൽക്കേണ്ടിയായിരുന്നു, നീ മാപ്പ് പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് ഞാനന്ന് പറഞ്ഞത്, നീ ഓരോന്നൊക്കെ ചെയ്തു വെക്കും എന്ന് പറയട്ടാ. എന്തായാലും കുഴപ്പമില്ല, നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറയും. അപ്പം ആ നീ എൻജോയ് ചെയ്യ്, നിൻ്റെ ഒക്കെ ഒരു യോഗം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. രോഹിത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരി ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കൂടിയാണെന്ന് വിചാരിച്ചിങ്ങോട്ട് ആകെ കുശുമ്പോടുകൂടിയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളെ ഗ്രേസമ്മനെയും അതുപോലെ തന്നെ നമ്മളെ രവതിക്കുട്ടീനെയൊക്കെയാണ് കേട്ടോ. നമ്മളെ ഷെറിൻ ചേച്ചി 3 മാസം പ്രഗ്നൻ്റ് ആയ കാര്യത്തിൽ നിർത്തിയതാണ്, പിന്നെ ഒന്നും അന്വേഷിച്ചില്ലല്ലോ, നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാലോ? അയ്യോ അതെങ്ങനെയാ മോളെ, എനിക്ക് വിളിക്കാൻ പറ്റില്ല, ഞാൻ വിളിക്കുമ്പോൾ അവൾ ജിജോമ്മോൻ്റെ കാര്യം പറയും, കരയും, പിന്നീട് പ്രശ്നം ആവും അത്. പിന്നെ മാത്രമല്ല അവൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഭർത്താവിൻ്റെ വീട്ടിലാവില്ലേ, പിന്നെ അത് വലിയ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. അതിന് കല്യാണം കഴിഞ്ഞോ ഇല്ലയെന്നൊക്കെ അറിഞ്ഞാലല്ലേ ഒരു കാര്യം ചെയ്യാം, ആൻറ്റി വിളിക്കേണ്ട, ഞാൻ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാമല്ലോ എന്ന് പറയാൻ കേട്ടോ. എന്നാലത് വേണോ മോളെ? വേണം. ജിജോച്ചേട്ടൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയണ്ടേ? അതിനെ നശിപ്പിച്ചോ അതോ വേറെ എന്തെങ്കിലും ചെയ്തോ ഉപേക്ഷിച്ചോ, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ ആൻറ്റി? ശരി എന്നാൽ പിന്നെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ലാൻഡ് ഫോണിൻ്റെ അവിടേക്ക് പോകുകയാണ്. അപ്പോൾ മാമച്ചൻ ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആർക്കാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ കൊട്ടാരമുറ്റത്തേക്ക് എന്തിനാ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുന്നത്, മൊബൈലിൽ നിന്ന് വിളിച്ചാൽ പോരെ, എൻ്റെ മൊബൈൽ നമ്പർ കണ്ടാൽ ചിലപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലോ, പിന്നെ അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലെങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാവില്ലേ, ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചാൽ ആ പ്രശ്നമില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ മാമച്ചൻ പറയും, അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചൂടെ, അപ്പോൾ മാമച്ചൻ്റെ നമ്പർ അവൾ കാണൂലേ? ഓ അങ്ങനെയുണ്ടല്ലേ, ആ എന്നാൽ പിന്നെ ലാൻഡ് ഫോണിൽ നിന്ന് തന്നെ വിളിക്കണതാണ് നല്ലത്. അപ്പറേ അത് ഇവിടെ, ഓ അത് തന്നെയല്ലേ പറഞ്ഞത്, ഈ അങ്കിളിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. വിളിച്ച് നോക്കുമ്പോൾ നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത്. അയ്യോ നമ്പർ നിലവിലില്ല എന്നാണ് ആൻറ്റി പറയുന്നത്. ഓ എന്നാൽ പിന്നെ എൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ച് നോക്കാൻ പറയും. അപ്പോൾ ഗ്രേസമ്പര മൊബൈലിൽ നിന്ന് വിളിച്ച് നോക്കുകയാണേ, അപ്പോഴും നമ്പർ നിലവിലില്ല എന്ന് പറയാണ്. ഒരു കാര്യം ചെയ്താലോ എന്ന് പറയട്ടോ. അങ്കിളെ എന്തെങ്കിലും ഒരു വഴി പറയും. ശരി ഞാനൊരു വഴി പറയാം, അത് അംഗീകരിച്ച് നടപ്പിലാക്കണം. ശരി ആൻറ്റി അംഗീകരിക്കും, ഞാൻ നടപ്പിലാക്കും. അങ്കിള് പറയും, നമ്മൾക്ക് അവരെ വീട്ടിലേക്കൊന്ന് പോയാലോ എന്ന് പറയട്ടോ. വീട്ടിലേക്കോ? ആ നമ്മളൊരിക്കൽ പോയിട്ടുള്ളതല്ലേ കല്യാണം ഉറപ്പിക്കാൻ. ആ അപ്പോൾ എന്ത് പറയും ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ? ആ വഴി പോയപ്പോൾ കയറിയതാണെന്ന് പറയും. ആ വഴി എങ്ങോട്ട്? അത് എൻ്റെ അളിയൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് അങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ രേവതി അളിയൻ്റെ അപ്പനോ? അത് നല്ല വീടായിപ്പോയി. എന്നാൽ പിന്നെ ഇവളുടെ വലിയപ്പച്ചൻ്റെ വീട്ടിലേക്കാണെന്ന് പറയാം. നമുക്ക് 2 കാര്യങ്ങൾ അറിയണം. ആ എന്ത്? ഒന്ന് ഷെറിൻ ചേച്ചിയുടെ പ്രഗ്നൻസി 3 മാസം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഓക്കെ നമുക്കതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അലീനയുടെ ഫോണിലേക്ക്, അലീനരല്ല മുത്തശ്ശിയുടെ ഫോണിലേക്ക് മനു വിളിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിനോട് പറയുന്നുണ്ട് മനുവേട്ടനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് ഹോളിലേക്ക് വരികയാണേ. ആ ഞാൻ കുറച്ച് സമയമായല്ലോ വിളിക്കുന്നത്, റിങ് ചെയ്തിട്ട് കുറച്ച് നേരമായി, എന്തെടുക്കാൻ വയ്യത്? അത് ഞാനൊരു ചെറിയ പണിയിലാണ്. ആഹാ റെസ്റ്റാണെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്തൊന്നും പറയല്ലേ, എനിക്കങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു അവസ്ഥയൊന്നുമല്ല എന്ന് പറയും. എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ എന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട്, എന്താ അതല്ല എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോകണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഒരു കാര്യം ചെയ്യ്, ആ വീട്ടിലെ ജോലി ഇന്ന് മാറ്റിയിട്ട് അങ്കിളിൻ്റെ ടെക്സ്റ്റൈൽസിലോ ജ്വല്ലറിയിലോ ഒക്കെ ഒരു ജോലി അലീനയ്ക്ക് സംഘടിപ്പിച്ച് തരാൻ അങ്കിൾ വിചാരിച്ചാൽ നടക്കൂലേ എന്ന് ചോദിക്കുകയാണേ. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് ഈ പാലാദേശം തന്നെ വേണ്ടാന്ന് പറയും. അതെന്താ ഞങ്ങളെ പാലക്കാരെ അത്രയ്ക്ക് ദേഷ്യം തോന്നി തുടങ്ങിയോ? പാല അത്രയ്ക്ക് മോശമാണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മനു. അതല്ല ദേഷ്യമായിട്ടല്ല പേടിയായിട്ടാന്ന് പറയട്ടോ. അപ്പോൾ മനുവിന് വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.